പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന് വേണ്ടി ജീവൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുവാണ്, നമ്മുടെ ജീവിതം കൊടുക്കാൻ തയ്യാറാകുവാണെങ്കിൽ അല്ലെ, അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ യേശുവിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവിതത്തെക്കാൾ ഉപരിയായിട്ട് അവരിൽ നമ്മൾ ജീവിക്കുവാണെങ്കിൽ അതിനേ വിലയുള്ളൂ അല്ലെ. ദൈവം തൻ്റെ എന്താ പറയാ മക്കളിലേക്ക് നോക്കും. തൻ്റെ പുത്രൻ ഫോം ചെയ്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് അല്ലെ നമ്മളുടെ ജീവിതം കൊണ്ട് വലിയ കാര്യമൊന്നും, നമ്മുടെ ഉള്ളിൽ വിശ്വാസം കൊണ്ട് യേശു ക്രിസ്തു ഫോം ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവനിലായിരിക്കും അല്ലെ. ഇത് അവസാനത്തെ കാലഘട്ടമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ദൈവം ഒരു ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, ഫിൽറ്ററിങ് പ്രോസസ്സിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അല്ലെ, തൻ്റെ കൂടെ ഉള്ളവർ, തനിക്ക് വേണ്ടി ജീവിക്കാൻ താല്പര്യമുള്ള, തനിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ, തങ്ങളുടെ ജീവിതം ബലി കൊടുക്കാൻ വരെ താല്പര്യമുള്ള ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാരെ തൻ്റെ അടുത്തേക്ക് ദൈവം കൂട്ടുകയും വെറുതെ എന്താ പറയുക വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞ നമ്മൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു വിശ്വാസം ജീവിച്ചുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ഫുൾഫിൽ ചെയ്തുകൊണ്ട് അല്ലെ, നമുക്ക് കംഫോർട്ട് തരാത്ത കാര്യങ്ങൾ, നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് നമ്മളെ പുറത്തിറക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുന്ന ആൾക്കാരെ, അവരെയെല്ലാം എന്താ പറയുക ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു സമയമാണ് അല്ലെ. നമുക്കറിയാം അവസാനത്തെ സമയം ദൈവം യേശുക്രിസ്തു യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, ഷീപ്പിനെയും ഗോട്ടിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ദൈവം യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ അവന്റെ വരവില്, അപ്പൊ നമുക്കറിയാം അതിനൊക്കെ മുമ്പേ തന്നെ തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ആരെന്നുള്ള കാര്യത്തിൽ ദൈവത്തിന് അറിയാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ നമ്മള് അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കുള്ളത്. അപ്പൊ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ടും കർത്താവ് അങ്ങ് പെട്ടെന്ന് വരുന്നു എന്നുള്ളതിനായിട്ടും ഞങ്ങളെ അങ്ങയുടെ ഒപ്പം ചേർക്കും എന്നുള്ളതിനായിട്ടും കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു എന്നുള്ളതിനായിട്ടും കർത്താവെ നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെ മനസ്സിലാക്കാൻ അങ്ങയുടെ വഴി കൂടെ നടക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു കർത്താവ്. നന്ദി പിതാ കർത്താവ്. അങ്ങനെ പോലെ ദൈവമില്ല. യേശുവിന്റെ നാമം തന്നെ ആമേൻ. ഇന്ന് നമുക്ക് മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് പോകും. മാർക്കോസിന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ 17 തൊട്ട് 22 വരെയുള്ള വാക്കുകളാണ് വായിക്കാൻ പോകുന്നത്. മാർക്കോസിന്റെ 10-17 തൊട്ട് 22 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവൻ അവകാശം ആക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി അല്ലെ, ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് കുറച്ച് പണമൊക്കെ ഉണ്ട്. അദ്ദേഹം ഓടി വന്ന് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ചോദിക്കുകയാണ്, നല്ല ഗുരു, എനിക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു അല്ലെ. അപ്പൊ നിത്യജീവിതത്തിനെ പറ്റിയുള്ള അറിവുള്ള വ്യക്തി, നിത്യജീവിതം കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഓടി വന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. അപ്പൊ എന്തിനാണ് സാധാരണ ആൾക്കാർ മുട്ടുകുത്തുന്നത് അല്ലെ. അപ്പൊ ആൾക്കാർ മുട്ടുകുത്തുന്നു പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോടുള്ള, നമ്മൾ ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്, അവരോടുള്ള ഒരു റെസ്പെക്ട് കാണിക്കുന്നു, ഒരു ഇഷ്ടം കാണിക്കുന്നു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പ് നമ്മൾ മുട്ടുകുത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മുട്ടുകുത്തുന്നു, ആരാധിക്കുന്നതിന് വർഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടി മുട്ടുകുത്തുന്നു. പിന്നെ ചില പണ്ടൊക്കെ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പ് കണ്ടിട്ടുള്ള ചില ഫിലിമുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, രക്ഷയ്ക്ക് മുമ്പൊക്കെ കണ്ടിട്ടുള്ള പല ഫിലിമുകളിലൊക്കെ ഉണ്ട്. എന്താ പറയാ, പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ മുട്ടുകുത്തുന്ന, എന്താ പറയാ, ചെക്കന്മാര് പെൺകുട്ടികളുടെ ഒക്കെ മുമ്പിൽ മുട്ടുകുത്തും. അങ്ങനെ പലതരത്തിലുള്ള മുട്ടുകുത്തുമില്ല. അപ്പൊ ഇവിടെ അദ്ദേഹം വന്നിട്ട് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാണ് അല്ലെ. അപ്പൊ യേശുവിന്റെ മുമ്പിലായതുകൊണ്ട് അവനെ വർഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, അവനോട് സംസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുക അല്ലെ. സംസാരം എന്ന് പറയാ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സംസാരമാണല്ലോ അല്ലെ. അദ്ദേഹം ദൈവമാണെന്നൊന്നും അറിയാം എന്നുകൊണ്ടൊന്നുമല്ല. പക്ഷേ അവർക്ക് പൊതുവായി ഉണ്ടായിരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ഒരു പ്രോഫറ്റ് ആണ് എന്നുള്ളത് അല്ലെ. പക്ഷെ എന്നിരുന്നാലും എന്താന്ന് വെച്ച് കഴിഞ്ഞാലും നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ താല്പര്യമുള്ള ഒരാൾ അല്ലെ, സാധാരണ കാണുന്ന പാഴ്സീനെ പോലെ, സാധുസിനെ പോലെ അല്ലെ, പരീക്ഷന്മാരെ ശാസ്ത്രിമാരെ പോലെ യേശുവിന്റെ കുറ്റം കണ്ടെത്താൻ വേണ്ടി നടന്ന വ്യക്തിയല്ല. പക്ഷെ നിത്യജീവിതത്തെ പറ്റി ഒന്ന് അറിയണം, ദൈവത്തിനെ പറ്റിയൊക്കെ, ദൈവത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് താല്പര്യമുള്ള ഒരാൾ ഒന്ന് യേശുവിനോട് ചോദിക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ 18ാമത്തെ വാക്കോട്ട് പറയുക, അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്ന എന്ത്, ദൈവം ഒരുവൻ അല്ലാതെ നല്ലവൻ ആരുമില്ല അല്ലെ. ദൈവം ഒരുവൻ അല്ലാതെ നല്ലവൻ ആരുമില്ല.
ഇവിടെ ഈ ഒരു വാക്കിനെ പറ്റി പല വ്യക്തികളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, യേശു നല്ലവനല്ലെന്ന് അല്ലെ. ഒന്ന് വിചാരിച്ചു നോക്ക്, ഒന്നൊന്ന് വായിച്ചു നോക്ക് കൃത്യമായിട്ട്. യേശു പറയുക, ദൈവമല്ലാതെ ആരും നല്ലവനല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ താൻ മോശമാണെന്നല്ല യേശു പറയുന്നത്. ഞാൻ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാൻ ഇതാണ് എന്നെ പറ്റി പറഞ്ഞത്. നല്ലവൻ ദൈവമല്ലാതെ ആരുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലവനാണെങ്കിൽ ഞാൻ ദൈവമാണ് അല്ലെ. നല്ലവനായതുകൊണ്ട് ദൈവമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവമാണ് എന്നാണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ വാക്കെടുത്ത് പറയുന്ന പല വ്യക്തികളും യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ നല്ലവനല്ലെന്ന് പറഞ്ഞ വ്യക്തികൾക്ക് എങ്ങനെയൊക്കെ ചുഴിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാലും യേശുവിൽ ഒരു കുറ്റവും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെ. ഈ ലോകത്തിൽ ഇന്നേ വരെ പാപം ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തി, ഇനി അങ്ങോട്ട് പാപം ചെയ്യത്തോ ഇല്ലാത്ത ഇരിക്കുന്ന വ്യക്തി ഒരൊറ്റ ആളേ ഉള്ളൂ അല്ലെ, അത് യേശുക്രിസ്തുവാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പാപം ചെയ്യാതിരിക്കുന്ന വ്യക്തി എന്ന് ഞാൻ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും ആ മനുഷ്യൻ എന്നുള്ള ഹ്യൂമാനിറ്റി അല്ലെ, യേശുവിന്റെ ഹ്യൂമാനിറ്റി മനുഷ്യൻ എന്നുള്ളതിൽ അത് യേശു ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് അല്ലെ. ഇതേപോലെ പോയ പോലെ തന്നെ തിരിച്ച് യേശുക്രിസ്തു തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പത്രോസ് അല്ല, പോള് അല്ലെ, പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർക്കും അല്ലെ, തിമോത്തിയിൽ എഴുതിയിരിക്കുന്നു, 1 തിമോത്തിയിൽ ഇങ്ങനെ എഴുതി 2 ചാപ്റ്ററില്, മനുഷ്യർക്കും എന്താ പറയുക, ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ഇന്റർസീഡ് ചെയ്യുന്ന അല്ലെ, നമ്മൾക്ക് വേണ്ടി എന്താ പറയുക വാദിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് കാണുന്ന ഈ പുണ്യാളന്മാരൊന്നും അല്ല, മദർ മേരിയും അല്ല, ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, മാൻ ജീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. യേശു ക്രിസ്തു എന്ന മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മനുഷ്യൻ എന്നുള്ള ഫോം ഉണ്ടല്ലോ യേശുക്രിസ്തുവിന്റെ, ആ ഫോം ഇന്നും യേശു അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഇനി നമ്മൾക്ക് വേണ്ടി തേച്ചു, നമുക്ക് വേണ്ടി അല്ലെ, നമ്മൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യണം, നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗത്ത് ഇരുന്നുകൊണ്ട് യേശു വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, മനുഷ്യനായിട്ട് തന്നെ. ഇനി 19ാമത്തെ വാക്കോട്ട് യേശു പറയുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇത് ഒക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റു ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കും, പിന്നെ വന്നു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ചു ദുഃഖിതനായി പോയി കളഞ്ഞു. അപ്പൊ ഇവിടെ 21ാമത്തെ വാക്കില് എന്താ പറയുക, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റു ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ നിക്ഷേപമെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം തിരിച്ചു വന്ന് നിന്റെ ക്രോസും കൂടെ എടുത്തുകൊണ്ട്, നിന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നൊരു വാക്കുകൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ദൈവം യേശു അല്ലെ, അപ്പൊ യേശുവിനോട് ഈ വ്യക്തി വന്ന് പറയുന്നു, ചോദിക്കുന്നു, എനിക്ക് നിത്യജീവൻ കിട്ടണം, അതിനുള്ള കാര്യം എന്താണ്? അപ്പൊ നിത്യജീവൻ കിട്ടണം എന്നുള്ളതിനെ പറ്റി ദൈവം യേശുക്രിസ്തു പറയുവാണ് ഇവിടെ. എന്താ പറയുക, ഒന്നാമത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പിതാവിനെയും അല്ലെ, ഏകദൈവമായ പിതാവിനെ അറിയുകയും പുത്രൻ യേശുക്രിസ്തുവിനെയും അറിയുകയും അല്ലെ, അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പറയുവാണ്, ദൈവം കൊടുത്തിരിക്കുന്ന വചനം നീ അതുപോലെ പാലിക്കുക, ദൈവത്തിന്റെ വഴി കൂടെ നടക്കുക അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനയിലെ കുറെ എന്താ പറയുക വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ കുല ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, അദ്ദേഹം അതെല്ലാം ചെയ്തിരിക്കുന്നു. പക്ഷേ അവസാനം ദൈവം ഇങ്ങനെ പറയുവാണ്, നിനക്ക് കുറച്ച് സ്വത്ത് നീ അത് വിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹത്തോട് നീ 10 കൽപ്പനയിലെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെയ്യാം എന്ന് പറയുമ്പോ, അപ്പൊ അദ്ദേഹം എന്താ പറയുക, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ കള്ളസാക്ഷി പറഞ്ഞിട്ടില്ല, അതൊക്കെ വാസ്തവമാണ്. പക്ഷെ യേശു പിന്നെയും പറയുവാണ്, നിനക്കും ദൈവത്തിനും ഇടയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കും എനിക്കും ഇടയിൽ വേറൊരു കാര്യം ഉണ്ടാകരുത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 10 കൽപ്പനയിൽ തന്നെ പറയുവാണ്, നിനക്ക് ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത്, ഞാനൊരു ജലസി ഉള്ളൊരു ദൈവമാണ് അല്ലെ, ജലസ് ആയിട്ടുള്ള ദൈവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എക്സോഡസിലേക്ക് പോകുമ്പോ പുറപ്പാട് പുസ്തകത്തിന്റെ 20ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അല്ലെ. ഞാനൊരു ജലസ് ആയിട്ടുള്ള ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എനിക്കും നിനക്കും ഇടയിൽ ഒരാള് പോലും കയറരുത് അല്ലെ, എനിക്കും നിനക്കും ഇടയിൽ എന്റേതിന്റെയും എന്താണ് ഞാൻ സ്നേഹിക്കുന്നതിന്റെ എനിക്കും ഇടയിലായിട്ട് വേറെ ഒന്നും തന്നെ കാണരുത്, ഒരു ദൈവങ്ങൾ ഉണ്ടാകരുതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ദൈവം ഉണ്ടാകരുത്, ഒന്നും തന്നെ ഉണ്ടാകരുത്. അപ്പൊ ദൈവങ്ങളുടെ പുറം നമ്മൾ ആരാധിക്കുന്നതിനാണ്
ദൈവങ്ങൾ എന്ന് പറഞ്ഞു. ഇവിടെ ഈ വ്യക്തിക്ക് ഒരുപാട് പണമുണ്ടെങ്കിൽ അദ്ദേഹം ആ പണത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രയിക്കുകയോ ചെയ്യുന്നു, ആരാധിക്കുകയോ അല്ലെ ആശ്രയിക്കുകയോ ചെയ്യുന്നു അല്ലെ. അപ്പൊ അവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ പണം ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയി തീർന്നിരുന്നു അല്ലെ. ദൈവത്തിലേക്ക് അടുക്കുന്നതിന് സമ്മതിക്കാതിരിക്കുന്ന ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയി തീർന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു വിഗ്രഹമായി തീർന്നിരുന്നു. അതുകൊണ്ടാണ് തന്നെയാണ് യേശു പറഞ്ഞിരിക്കുന്നത് അല്ലെ. യേശു വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാതെ 10 കൽപ്പനയിൽ നിന്ന് തന്നെ പറയുക, നിനക്ക് ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത് അല്ലെ. അസൂയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം, ജലസ് ഉള്ള ദൈവമാണ് നമ്മുടെ ദൈവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട രീതിയില്ല, എന്റേതിനും ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് മനസ്സിലാക്കുന്നു എന്നും എന്താ പറയാ, അങ്ങനെയുള്ള ഒരു ദൈവമാണ് അല്ലെ. ഇഷ്ടപ്പെടുന്നതിന് ഒന്നും വിട്ടുകൊടുക്കാത്ത ദൈവമാണ് അല്ലെ. അതുകൊണ്ടാണല്ലോ താൻ ഇഷ്ടപ്പെടുന്ന മാനവരാശിനെ, അതുകൊണ്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യന്റെ രൂപത്തിൽ അല്ലെ, നഷ്ടപ്പെട്ടു പോകാൻ ഇടം കൊടുക്കാതെ, നഷ്ടപ്പെട്ടു പോകാൻ എന്താ പറയാ അനുവദിക്കാതെ, താൻ എന്താ പറയാ അവരോടുള്ള ഒരിക്കൽ പോലും അടങ്ങാത്ത സ്നേഹം കൊണ്ട്, മനുഷ്യ വർഗത്തോട് ഒരിക്കൽ പോലും അടങ്ങിപ്പോകാത്ത സ്നേഹം കൊണ്ട് ക്രോസ് ഓഫ് കാൽവരി മരിച്ച ദൈവം അല്ലെ. ക്രോസ് ഓഫ് കാൽവരി നമ്മൾക്ക് വേണ്ടി പാവമായ ദൈവം, അതാണ് സ്നേഹം അല്ലെ. അപ്പൊ 10 കൽപ്പന കൊടുത്ത അതേ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു അല്ലെ. അല്ലാതെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു 3 ദൈവങ്ങളല്ല, അവർ ഒറ്റ ദൈവമാണ് അല്ലെ. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പിതാവ്, പിതാവും പുത്രൻ തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡും അവര് 3 പേരും ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ അതേ ദൈവം 10 കൽപ്പന കൊടുത്ത ദൈവം ഞാനൊരു ഒരു ജലസ് ഗോഡാന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്കും നിനക്കും ഇടയിൽ അല്ലെ, നിനക്ക് നിത്യജീവിതം കിട്ടാതിരിക്കത്തക്ക രീതിയിൽ ഒരു കാര്യത്തെ നീ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നു അല്ലെ. അതിനെ നീ മാറ്റിക്കളയുക, എന്നിട്ട് നിന്റെ ക്രോസും എടുത്തുകൊണ്ട് നിന്റെ കാണാൻ നേച്ച് നിന്റെ ഫ്ലഷിനെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് നീ എന്റെ കൂടെ വരും, എനിക്ക് വേണ്ടി ജീവിക്കുക അല്ലെ. അപ്പോ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുക, നീ എനിക്ക് വേണ്ടി ജീവിക്കുക. തന്നെയാണ് നമ്മുടെ ദൈവം നമ്മളോട് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബന്ധങ്ങളെ, രക്തബന്ധങ്ങളെ പോലും വേണ്ടെന്ന് വെക്കണം എന്ന് പറയുന്ന ദൈവം. എന്ന് വെച്ച് കഴിഞ്ഞാല് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഉപേക്ഷിച്ച് കളയണം എന്നല്ല പറഞ്ഞത്, അവരെ അത്രയ്ക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കരുത് എന്ന് പറയുന്ന ദൈവം അല്ലെ. ദൈവത്തോട്ടുള്ള സ്നേഹം വളരെ അധികമായിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ ഒരു സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സെൽഫിഷ്നെസ് ആയിട്ടുള്ള കാര്യമല്ല, സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല അത് അല്ലെ. ദൈവത്തിന്റെ സ്നേഹം അതാണ് അല്ലെ, ഭയങ്കര സ്നേഹമാണ് ദൈവത്തെ നമ്മളോട്. നമ്മളും അതേപോലെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ സ്നേഹത്തെ ഡിവൈഡ് ചെയ്ത് കളയാൻ ദൈവത്തിന് താല്പര്യമല്ല. സ്വന്തം മാതാപിതാക്കൾ അല്ലെ, മത്തായിന്റെ 10 എഴുതിയിരിക്കുന്നു 37 ഒക്കെ വാക്കുകൾ, 37 തൊട്ട് 39 വരെ വായിക്കാൻ നമുക്കറിയാം. ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മാതാപിതാക്കളെയോ അല്ലെ എന്താ തങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ യേശുവിനേക്കാളും കൂടുതൽ അധികമായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ അവന് യോഗ്യനല്ലാത്തവര് വ്യക്തികൾ അങ്ങനെയുള്ളവർ. എന്ന് വെച്ചു കഴിഞ്ഞാല് സ്വന്തം രക്തമാണെങ്കിൽ പോലും അവരെ യേശുവിനെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കരുത് അല്ലെ. അങ്ങനെ ഉള്ള ഒരു അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലെ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താ പറയുക, ഈ ലോകത്തിന്റെ ചൂടിൽ നിന്നും പേമാരിയിൽ നിന്നും അവർക്ക് പേമാരിനെയും ചൂടിനെയും എന്താ പറയാ കൊടുങ്കാറ്റുകളെയൊക്കെ ഒന്ന് ആ കൊടുങ്കാറ്റിലേക്ക് ഒന്ന് പിടിച്ചു നിൽക്കുക, അതിനൊക്കെ എതിരായിട്ട് നിൽക്കാനുള്ള ധൈര്യം അല്ല, ഒരു കറേജ്, ഒരു എന്തൂസിയാസം ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് അല്ലെ. ഇപ്പൊ ഈ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ സ്വത്തിലും പണത്തിലും ആശ്രയിച്ചു. ഇതേ ചാപ്റ്ററിൽ തന്നെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക 24ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്, യേശു പറയും മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്ന ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അപ്പൊ സമ്പത്തിൽ ആശ്രയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആശ്രയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്, ഒരു വ്യക്തിനെ ആശ്രയിക്കുക. അതുപോലെ ആണ് ഇദ്ദേഹത്തിന്റെ സ്വത്തും സമ്പത്തിലും ഒക്കെ അദ്ദേഹം ആശ്രയിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ ഒപ്പമായിരിക്കാൻ സാധിക്കത്തില്ല. ദൈവം സ്വത്തും പണവും വരുന്ന ദൈവത്തിൽ നിന്നാണെങ്കിലും അല്ലെ, ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ അല്ലെ നമുക്ക് മനസ്സുള്ള വ്യക്തികളായിരിക്കും അല്ലെ. ഈ ലോകത്തിന്റെ പാട്ടായിട്ട് നിൽക്കുമ്പോൾ സ്വത്തും പണവും പിശാചിന്റെ വഴി കൂടെ വരാം. പക്ഷെ നമ്മൾ ദൈവത്തിലായി കഴിയുമ്പോൾ സ്വത്തും പണവും നമുക്ക് പദവിയും അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം ദൈവത്തിൽ നിന്ന് വരുമ്പോൾ അത് തിരിച്ച് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു മനസ്സ്, അതല്ല ആരാധിക്കുന്ന മനസ്സ്. ഈ വ്യക്തി വന്ന് അദ്ദേഹത്തിന്റെ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുക ചെയ്തിരിക്കുന്നില്ല, ആരാധിക്കുവാണ് അല്ലെ. ഗുരു എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് നിത്യജീവനത്തെ പറ്റി എനിക്ക് പറഞ്ഞു തരണം അല്ലെ, എങ്ങനെയാണ് എനിക്ക് കിട്ടാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ എന്താ പറയുക
പറയുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തും. അങ്ങനെ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന വ്യക്തികളായിരിക്കട്ടെ. നമ്മൾക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയാ ദൈവത്തിന്റെ കാൽപാദത്തിലേക്ക് വെക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ ആയിരിക്കട്ടെ. ഒന്ന് വിചാരിച്ചു നോക്കിയേ, നമ്മള് റെവലേഷന്റെ അകത്തേക്ക് പോകുമ്പോൾ, വെളിപാട് പുസ്തകത്തിന്റെ അകത്തേക്ക് പോകുമ്പോൾ 4ാമത്തെ ചാപ്റ്ററിൽ അല്ലെ നമുക്കറിയാം 4 ജീവികൾ അല്ലെ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന ജീവികളെ പറ്റി പറയുന്നു. 24 എൽഡേഴ്സിനെ പറ്റി, മൂപ്പന്മാരെ പറ്റി പറയുന്നു. ഈ ജീവികള് ദൈവത്തെ ആരാധിക്കുക, ഹോളി 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 എന്ന് പറയുമ്പോൾ അല്ലെ അദ്ദേഹത്തിന് മഹത്വം കൊടുക്കും, അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കും, നന്ദി പറയുമ്പോൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷിപ്പ് ചെയ്യുമ്പോൾ അല്ലെ, ബേസിക്കലി വർഷിപ്പ് ചെയ്യുമ്പോൾ ഈ മൂപ്പന്മാർ അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ അല്ലെ യേശുവാണ് സിംഹാസനത്തിൽ, പിതാവും അവരെല്ലാം ഒന്നാണെങ്കിൽ യേശുവാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ആ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് അല്ലെ ദൈവത്തിന്റെ കാൽപാദത്തിലേക്ക് അവര് വണങ്ങിയിട്ട് അല്ലെ അവരുടെ തലയിൽ ദൈവം വെക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ക്രൗൺ, എന്താ പറയുക കിരീടം, അവർ ദൈവത്തിന്റെ കാലുകളിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാല് അവർക്കൊരു കാര്യം അറിയാം, ആ കിരീടം അവർക്ക് എവിടെ നിന്ന് കിട്ടിയത്? ദൈവം കൊടുത്തിരിക്കുന്ന കിരീടമാണ് അല്ലെ. ദൈവം അവർക്ക് വേണ്ടി അവർക്ക് പ്രതിഫലമായിട്ട് കൊടുത്തിരിക്കുന്ന കിരീടമാണ്. ആ കിരീടത്തെ കൂടെ വേണ്ടെന്ന് വെക്കാൻ അവർ മനസ്സ് കാണിക്കുന്നു അല്ലെ. അവർക്കൊരു കാര്യം, കിരീടം തങ്ങളുടെ തലയിൽ ഇരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഭംഗി ദൈവത്തിന്റെ കാലിന്റെ താഴെ ഇരിക്കുന്ന കാൽക്കീഴിലിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെ. എപ്പോഴും അതിന് ഭംഗി, കിരീടത്തിന് ഭംഗി കിട്ടുന്നത്. ദൈവത്തിന്റെ കയ്യിലേക്ക് നമുക്ക് ഉള്ളതെല്ലാം കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ അതിനാണ് ഭംഗി കൂടുതൽ. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ദൈവം നോക്കുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് കമാൻഡ്മെന്റ്സ് മാത്രം നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെയല്ല. ഇദ്ദേഹത്തെ പറ്റി ഒന്ന് നോക്കിയേ. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയും ഞാൻ അതെല്ലാം ചെറുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലവ് ചെയ്യാതിരിക്കുക, എന്താ പറയാ വ്യഭിചാരം ചെയ്യാതിരിക്കുക, ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ കംഫോർട്ട് സോണിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അത് നമുക്കധികം എന്താ പറയാ ഇങ്ങനെ മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലെ, മിക്കവാറും തന്നെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. മോശപ്പെട്ട രീതിയിലുള്ള ജീവിതം ജീവിക്കാതിരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട്, വളരെ നല്ല ഈസി ആയിട്ട് നമുക്ക് ജനറലി എല്ലാവർക്കും പറ്റുന്ന തന്നെ, മിക്കവാറും ആൾക്കാർക്ക് തന്നെ പറ്റുന്ന കാര്യമില്ല. ആരെയും പോയി കൊലപാതകം ചെയ്യാതിരിക്കുക, നമ്മൾ ആരും കൊന്നിട്ടൊന്നുമില്ല. അപ്പൊ നേരെ ചൊവ്വയുള്ള ജീവൻ ജീവിക്കുന്നില്ല. അതൊക്കെ വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ കംഫോർട്ട് സോണിൽ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ കംഫോർട്ട് സോണിൽ നിന്ന് അല്ലെ ഇത്ര ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്ന കാര്യം അല്ലെ, തനിക്ക് നേട്ടമായിട്ട് ഉള്ള കാര്യം അത് വേണ്ടാന്ന് വെക്കണം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ, തനിക്കുള്ളതിനെ എല്ലാം വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും താല്പര്യം ഇല്ലാതിരുന്ന ഒരു വ്യക്തി. പക്ഷെ പോൾ അങ്ങനെയല്ല തന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനെയും ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞിരിക്കുക. തനിക്കുള്ള നേട്ടങ്ങളെ മൊത്തം പോള് പറഞ്ഞിരിക്കുക അല്ലെ. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരാള് അല്ലെ, സർക്കംസിഷന് എടുത്ത ഒരാൾ, വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആള്, സകല നേട്ടങ്ങളും ഉണ്ടായിരുന്ന ആള്, പക്ഷെ അതിനെല്ലാത്തിനെയും അല്ലെ ഗാർബേജ് എന്ന് എണ്ണിക്കൊണ്ട് അല്ലെ, അവനെ എനിക്ക് കിട്ടണം, അവനിലായിരിക്കണം, അവനാൽ ഞാൻ ഫൈൻഡ് ചെയ്യപ്പെടണം അല്ലെ, അവനെ എനിക്ക് കിട്ടണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടുകൂടി, യേശുവിനെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി എല്ലാം വേണ്ടെന്ന് വെച്ച വ്യക്തിയാണ് പോൾ. അങ്ങനെ ഉള്ളവരായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ട് നമ്മുടെ തലയിലുള്ള നമ്മുടെ എന്താ പറയണേ ക്രൗൺസ് അല്ലെ, നമ്മുടെ എന്താ പറഞ്ഞ കിരീടങ്ങൾ ദൈവത്തിന്റെ കാൽക്കീഴിൽ വെക്കാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ. അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ അല്ലെ. നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കംഫോർട്ട് സോണിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ ഒരു വർഷിപ്പ് ചെയ്യുക എന്നുള്ളതും ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ, ആ ഒരു കംഫോർട്ട് സോണിൽ നമ്മൾ പുറത്തേക്ക് വരും നമുക്ക് തയ്യാറല്ല എങ്കിൽ യേശുവിന്റെ ഒപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അല്ലെ. അങ്ങനെയുള്ളവരല്ല ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ളൊരു ക്രിസ്ത്യാനിറ്റിയെ പറ്റി അല്ല ദൈവം വിചാരിച്ചിരിക്കുന്നത്. വാട്ടർ ഡൗൺ ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ആയിരിക്കും അങ്ങനെയുള്ളത് അല്ലെ. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യൂ എന്ന് പറയുമ്പോൾ, നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം ചെയ്യും, നമുക്ക് അധികം മുതൽ മുടക്കില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലെ. നമുക്ക് താല്പര്യമുള്ള രീതിയിലുള്ള വചനം മാത്രം വായിച്ചുകൊണ്ട്, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള വചനമാണെങ്കിൽ അതിനെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള മുമ്പോട്ടുള്ള അങ്ങനെ ഒരു ജീവിതമാണ്, അങ്ങനെ ഒരു ക്രിസ്ത്യൻ ലൈഫാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഒപ്പമായിരിക്കണം നിർബന്ധമില്ല.
അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക അല്ലെ. സാൽവേഷൻ സാൽവേഷൻ വർക്ക്ഔട്ട് വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിക്കത്ത് ലേഖനത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്താ പറയാ ഭയത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ സാൽവേഷൻ നിങ്ങൾ എന്താ പറയാ വർക്ക്ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് യേശുവിനെ വിശ്വസിച്ച ആ സമയത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല സ്വർഗത്തിനകത്തുള്ളത് അല്ലെ. അത് ജസ്റ്റിഫിക്കേഷൻ നടന്നിരിക്കുന്നു, നമ്മുടെ പാപങ്ങളെ പുറത്തു ചെയ്തിരിക്കുന്നു. ഇനി ദൈവമായിട്ട് നിരപ്പിലായി നമ്മൾ ഇനി ഓരോ ദിവസം നമ്മൾ ജീവിക്കേണ്ടതുള്ളൂ ഉണ്ട് അല്ലെ. ആ ഒരു ജീവിതം ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു ജീവിതത്തെ പറ്റിയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ജീവിതത്തെ പറ്റി, അതിനെപ്പറ്റിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾക്ക് ഉള്ള നമ്മുടെ കിരീടങ്ങൾ അല്ലെ, നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ എല്ലാം അല്ലെ, എല്ലാം തന്നെ അവന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സുള്ള ഒരു കൂട്ടം ജനങ്ങളെ ആണ് ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെ. ജലസി ആയിട്ടുള്ള ദൈവമാണ് നമ്മുടേത്. ജലസി ആയിട്ടുള്ള ഒരു പിതാവാണ് നമ്മുടെ. എന്റേതിനെ ഞാൻ വിട്ടു കൊടുക്കത്തില്ല, ഒന്നിനും തന്നെ എന്റെയും എന്റെ മക്കളുടെ ഇടയ്ക്കും വരാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഒരു മനസ്സ് വെച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. അതെപ്പോഴും മനസ്സിലാക്കുക നമ്മൾ. അതനുസരിച്ച് മുമ്പോട്ട് ജീവിക്കുക അല്ലെ. നമ്മൾക്ക് അവനിലായിരിക്കാം നമ്മുടെ ജീവൻ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം നിർത്താം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. താങ്ക് യു ലോർഡ് മാസ്റ്റർ. ഞങ്ങൾ വേറെ ഒന്നിനെയും ആരാധിക്കാതിരിക്കട്ടെ, ഞങ്ങൾ വേറെ ഒന്നിനെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കട്ടെ കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. അങ്ങനെ മാത്രം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കട്ടെ കർത്താവ് ഞങ്ങൾ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ലോർഡ് ഗോഡ് മാസ്റ്റർ ഗാഡ്. അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവ് ലോർഡ് ഫാദർ. നന്ദി പിതാവ് കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. കർത്താവെ, അങ്ങനെ മാത്രം ആരാധിക്കാൻ ഞങ്ങളുടെ വഴി കൂടെ മാത്രം നടക്കാനുള്ള കൃപ തരാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്ട്രെങ്തിൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ കർത്താവ് അങ്ങേലെ ഡിപ്പെൻഡ് ചെയ്യാൻ ഉള്ള കൃപ തരാൻ അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട ഞാൻ ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.